handsome, huh? Oh my god. I thought you guys are married. I'll put makeup on you. Yes. Then I baby. നല്ല വില ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ വില പറയുന്നതായിരിക്കും, എത്ര രൂപയ്ക്കാണ് ഞാൻ ഇതെല്ലാം വിൽക്കുന്നതെന്ന്. നാട്ടിൽ കൊണ്ടുപോകുന്നെങ്കിൽ എയർപോർട്ടിൽ കസ്റ്റംസ് കഞ്ചാവെന്നും പറഞ്ഞ് ആദ്യം പിടിച്ച് ചെക്ക് ചെയ്യാതെ തന്നെ. യെസ് വെൽക്കം ടു നോട്ട് മാർക്കറ്റ് ഓഫ് മംഗോളിയ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻബാത്തറിൽ നിന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. ഇന്നത്തെ എപ്പിസോഡ് രാവിലെ തന്നെ എംബസിയിലോട്ട് പോവാണ്, റഷ്യൻ എംബസിയിലോട്ട്. കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാവും എനിക്ക് റഷ്യയിൽ പോകാനുള്ള അവസരമില്ല, കാരണം എൻ്റെ പാസ്പോർട്ടിൽ പേജില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റഷ്യയിൽ പോകാനുള്ള ഭാഗ്യമില്ല. ഇപ്രാവശ്യം ഞാനങ്ങനെ ഒരുപാട് വലിയൊരു സങ്കടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം, റഷ്യയിൽ പോകാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എക്കാസുവിന് വേണ്ടി റഷ്യൻ എംബസിയിലോട്ട് പോകണം. എക്കാസുവിന് അന്ന് റഷ്യൻ എംബസിയിൽ പോയിട്ടൊന്നും നടന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോളൂ. തായ്വാൻ എന്ന് പറയുന്ന രാജ്യം പല രാജ്യങ്ങളായാലും റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. സ്പെഷ്യലി അത് ചൈനയുടെ സ്വന്തം ഒരു എന്താ പറയുക, ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊവിൻസ് ആണ് എന്ന് അവർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. റഷ്യയും നമ്മുടെ ചൈനയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ബന്ധം ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് നേരെ എംബസിയിൽ കൊണ്ടുപോയി തായ്വാൻ്റെ പാസ്പോർട്ട് കാണിച്ചിട്ട് സിറ്റിസൺ ഓഫ് തായ്വാൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിസ എടുക്കാൻ കഴിയില്ല. കാരണം എന്നാൽ ചൈനയുടെ പ്രഷർ റഷ്യയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കാരണത്തിലാണ് എക്കാസുവിന് അന്ന് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു തിങ്കളാഴ്ച പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് നമ്മൾ വിസയ്ക്ക് വേണ്ടി പോവുകയാണ്. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ, ഒരു മലയാളിയുടെ ഒരു ഫ്ലാറ്റിലാണ്. പുള്ളിക്ക് ഞാൻ കീ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഉലാൻബാത്തറിൻ്റെ ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ നിന്നുണ്ട് ഒരു ബിൽഡിങ്ങൊക്കെ കെട്ടി വരുന്നുണ്ട്, പുള്ളിയെ കാണാനില്ലല്ലോ. നമ്മുടെ ഉലാൻബാത്തർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കര ഡെവലപ്ഡ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു സ്പെഷ്യലി ഞാൻ ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കാം. ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള വലിയതല്ല, കൂടുതലും പഴയ ബിൽഡിങ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ മംഗോളിയയിൽ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസിൽ പറഞ്ഞതുപോലെ മംഗോളിയ ഭയങ്കര എക്സ്പെൻസീവാണ്. ഉലാൻബാത്തർ ആയാലും ഭക്ഷണങ്ങൾക്കായാലും എന്ത് കാര്യങ്ങൾക്കായാലും ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു റഷ്യൻ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഫീല് തോന്നുന്നുണ്ട്, ഒരു സെൻട്രൽ ഏഷ്യൻ്റെ ഫീലൊക്കെ നമുക്ക് പല ഭാഗത്തും തോന്നുന്നുണ്ട്. അതാണ് സാംസങ്ങിൻ്റെയൊക്കെ സ്റ്റോറാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എംബസിയിലോട്ട് നടരാജയായിട്ട് പോവുക. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ പണ്ടത്തെ ഒരു മോളാണ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നറിയപ്പെടുന്ന ഒരു മോള്. പിന്നെ ഇതുപോലെ ഇലക്ട്രിക് കണക്ട് ചെയ്തിട്ടുള്ള ബസ്സുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്പർ വെച്ചിട്ടാണ് അവർ ഈ ഒരു ബസ്സിൻ്റെ റൂട്ടിലിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ എന്തോണം കേട്ടോ, കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു പാർക്കാണ്. ഇന്ന് സമയം തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്ന തിരക്കാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇവർ വീക്കെൻഡിലൊക്കെ സിറ്റിക്ക് പുറത്തായിരുന്നു. എല്ലാവർക്കും സിറ്റിക്ക് പുറത്ത് പോയിട്ട് ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട് ഇവിടുത്തെ ആളുകൾക്ക്. ഇവിടെ ഒരു ട്രാവൽ ഔട്ട്ഡോർ സ്റ്റോറാണ്. നമ്മൾ റഷ്യൻ എംബസിയിലോട്ട് വന്നിട്ടുണ്ട്. എംബസികളിലൊക്കെ ക്യാമറയൊന്നും അലോ അല്ല, അപ്പോൾ അതിനാൽ ഞാൻ ഓഫ് ചെയ്യുവാണ്. ബൈ. കൺഗ്രാജുലേഷൻ എക്ക. അങ്ങനെ എക്കും കിട്ടില്ല, കാരണം അവർ പറഞ്ഞത് സാധാരണ നമ്മളിപ്പം ഒരു രാജ്യത്ത് പോയിട്ട് ഇപ്പം നിങ്ങളുടെ ഒരു സംശയമായിരിക്കും, ഞാൻ എങ്ങനെയാണ് ഓരോ രാജ്യത്ത് പോയിട്ട് അടുത്ത രാജ്യത്തേക്ക് വേണ്ടി അവിടെ ഉള്ള എംബസി പോയിട്ട് വിസ എടുക്കുന്നത്. അതായത് ഞാൻ പോകുന്ന നെക്സ്റ്റ് റഷ്യ ആണല്ലോ. അപ്പോൾ റഷ്യൻ വിസ എടുക്കാൻ വേണ്ടി ഞാൻ മംഗോളിയയിലെ റഷ്യൻ എംബസിയിലാണല്ലോ വന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ചില കൺട്രീസ് പോസിബിളാണ്. ഇപ്പം ഇന്ത്യക്കാർക്ക് ഇവിടെ വന്നിട്ട് വിസ എടുക്കാൻ പോസിബിളാണ്. ഇവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്. 4 കൺട്രി, ഇന്ത്യ, ഇറാൻ ആൻഡ് വിച്ച് അതർ കൺട്രീസ്, വേറെ ഏതൊക്കെയോ ഒരു സൗത്ത് കൊറിയ, പിന്നെ വേറെ ഏതോ ഒരു കൺട്രി. ഈ 4 കൺട്രിയിലുള്ള സിറ്റിസണിന് അവർക്ക് ഏത് രാജ്യങ്ങളിൽ പോയിട്ടും റഷ്യൻ എംബസി പോയിട്ട് അപ്ലൈ ചെയ്യാം, എന്നാൽ അവർക്ക് വിസ കിട്ടും. സ്വന്തം രാജ്യത്ത് തന്നെ വിസ അപ്ലൈ ചെയ്യണമെന്നില്ല. സാധാരണ പല കൺട്രീസിൻ്റെ റൂൾ എന്ന് പറയുമ്പം അവരുടേതായിട്ടുള്ള രാജ്യത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ അവർ റെസിഡൻ്റ് ആയിട്ടുള്ള രാജ്യത്ത് അവർ ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്ത്, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രാജ്യത്തോ അവിടെ നിന്നും ആ ഒരു എംബസിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ നമുക്ക് ഏത് രാജ്യത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു എംബസി പോയിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് ഷെങ്കൻ നമുക്ക് യൂറോപ്പിലോട്ട് പോകണം. യൂറോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമേ നമുക്ക് വിസ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ദുബായിൽ വർക്ക് ചെയ്തിരിക്കണം, നമുക്കൊരു റെസിഡൻസ് പെർമിറ്റ് വേണം. അതുപോലെയാണ് ഇപ്പോൾ ഞാൻ നമീബിയയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമീബിയൻ വിസയ്ക്ക് വേണ്ടി
ഞാൻ ആക്ച്വലി എത്ര രാജ്യത്ത് പോയി. സാംബിയയിൽ BBN എംബസി പോയി, അവർ പറഞ്ഞില്ല റെസിഡൻറ്റ് വിസ ഇല്ലാതെ. ടാൻസാനിയയിൽ പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയി. പിന്നെ പെട്ടെന്ന് സിംബാബ്വേയിൽ പോയപ്പോൾ തന്നു. അത് ഓരോ എംബസിക്കാരുടെ മൂഡ് അനുസരിച്ച് ഇരിക്കും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളും യാത്രയിലാക്കുക. അപ്പം നമ്മൾ അപ്ലൈ ഫോർ ഇ വിസ ഉണ്ട് കേട്ടോ. റഷ്യയിൽ പോകാൻ 16 ദിവസത്തേക്ക് ഇ വിസ. 16 ദിവസത്തിൽ നമുക്ക് 14 ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റും. 2 ദിവസം എൻട്രിയുടെയും എക്സിറ്റിൻ്റെയും കൂട്ടി 16 ദിവസമാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വഴിയോരത്ത് ഒരു വെറൈറ്റി ഓഫ് സൺഗ്ലാസിൻ്റെ കടയാണ്. ഇതാ ഇവിടെ സൺഗ്ലാസസ് അടുക്കി വെച്ചിരിക്കുന്ന ഇതുപോലെ കിക്ക് സ്കൂട്ടറുകളും ഇതുപോലുള്ള സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന ധാരാളം പേരെ നമുക്ക് ഇവിടെ സ്ട്രീറ്റുകളിൽ കാണാം. അങ്ങനെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. അത് ചൈനയിൽ നിന്ന് വന്ന കൾച്ചറാണെന്ന് തോന്നുന്നു. ചൈനയിലാണ് നമ്മുടെ ബൈസൈക്കിളൊക്കെ റെൻ്റ് എടുത്ത് സ്കാൻ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉള്ളത്. അത് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. ഇവിടെയും ഫുള്ള് ഒപ്റ്റിക്കൽ സെയിൽ 50%. സൺഗ്ലാസസിൻ്റെ ഒക്കെ ആണല്ലോ. ഇവിടെയുള്ള ആളുകൾ കുറേ പേര് ഇതുപോലുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു തുണിക്കടയിൽ വന്നതാണ്. സോ എക്സ്പെൻസീവ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് അവർ 1500 വില പറഞ്ഞു. എൻ്റെ അടുത്ത് 1500 രൂപ. പക്ഷെ നല്ല സാധനങ്ങൾ കേട്ടോ. നല്ല രസമുള്ള ഒരു വേറൊരു ടൈപ്പ്. ഇതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലോത്തും സംഭവങ്ങളൊക്കെയാണ്. കണ്ടിട്ട് പഴയതാന്ന് തോന്നുന്നു, പക്ഷെ പഴയതല്ല. വില കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുതിയതിൻ്റെ 2 ഇരട്ടി വില ഉണ്ട് ഈ കാണുന്ന സാധനത്തിനെല്ലാം. ഇതാ ഷൂസുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇതാ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഈ കാണുന്ന നമ്മുടെ മംഗോളിയൻ ലിപിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സാധാരണ ഇവർ റഷ്യൻ ലിപിയാണ് ഉപയോഗിക്കുന്നത്. കുറേ ഇംഗ്ലീഷിൽ എന്നിന് പകരം H, R-ന് പകരം P അങ്ങനെയൊക്കെ ഇട്ടുള്ളതാ. ഈ കാണുന്നതാണ് ഇവരുടെ സാധാരണ എല്ലായിടത്തും ഇവരുടെ ഉള്ള ഒരു ആൽഫബറ്റ് സിസ്റ്റം. ബട്ട് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഒരു മാളിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. മാളിൻ്റെ അകത്ത് കൂടുതലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. വുമൻസിന് വേണ്ടിയുള്ള ഒരു മാളാണെന്ന് തോന്നുന്നല്ലോ. ഫുള്ള് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. ഈ ഒരു ഭാഗത്ത് ക്യാമ്പിങ്ങിനുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ മംഗോളിയക്കാർ ധാരാളം ക്യാമ്പിംഗ് കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ടെൻറ്റുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മാളിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ലോക്കർ തുറക്കാൻ വേണ്ടിയാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിൽ നമുക്ക് ആക്കാം. ഇതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള സംഭവമാണ്. ഇത് ഞാൻ ഇതുവരെയായിട്ട് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. മാളിലുള്ള നമ്മുടെ ബാഗ് വെക്കാനുള്ള ലോക്കർ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ്. നല്ല കുറേ സുവനീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ വേണ്ടി. ബട്ട് ഭയങ്കര എക്സ്പെൻസീവ് അത്. അപ്പം നിങ്ങൾക്ക് ഞാൻ തരുമ്പോൾ അത് കൂടുതൽ എക്സ്പെൻസീവ് ആവും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ മറ്റൊരു സ്റ്റോറിൽ ക്യാമ്പിംഗ് സ്റ്റോറിൽ വന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ്. 105 ഹിയർ. ഓക്കെ, താങ്ക് യു. നമ്മളിങ്ങനെ ബസ് കയറി നാരാന്തുൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ഒരു മംഗോളിയൻ ഒരു അടിപൊളി പ്രതിമ ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. കൊറിയ? ഇത് കൊറിയ ആണോ? നമ്മൾ 1 കയറാൻ വേണ്ടി ഓടുവാണ്. യെസ്. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് നമ്പർ 1. എനിക്കൊന്ന് ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നു. ഡബിൾ ഡെക്കർ ബസ്സാണല്ലോ. ചോദിക്കട്ടെ. നറാന്തുൽ മാർക്കറ്റ്. Yeah. 500 or 5,000? 500 I think. 500? 10. 500? Okay. So 2? Okay, put 500. 500 right? പുള്ളിക്കാരനെ മാറിപ്പോയ എന്നെ എന്തോ. ഇവിടെ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അപ്പർ ബർത്തിലോട്ട് പോട്ടെ. ഇവിടെ മുഴുവൻ ആളുകളാണ്. എനിക്കൊന്ന് കാണുന്ന എല്ലാവരും ഡബിൾ ഡെക്കർ ബസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. Sit down. Sorry. Where from? India. India. Taiwan. India is good luck. Beautiful. Say hi. Okay. പുള്ളിക്കാരൻ നമ്മളെ കയറ്റി ഇരുത്തി. You stupid man. My wife. Good luck. Okay. Welcome to Mongolia. Oh, okay. Baidla. Do you speak Mongolian? No, Mongolian. No Mongolian. പുള്ളിക്കാരൻ മദ്യപിച്ചിരിക്കുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ് ഉണ്ട്.
ഇത് നമുക്ക് ഗ്ലാസ് പൊട്ടിക്കാനുള്ള സംഭവം ഈ കാണുന്നതാണ്. നല്ല രസമുണ്ട്. അവിടെ ഒരു ക്യാമറ ഉണ്ട്, അവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് പാട്ടൊക്കെ ഇട്ട് കേൾപ്പിക്കുന്നുണ്ട്. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു അടിപൊളി വ്യൂ ഉണ്ട്. ഈ കാണുന്നതായിരുന്നു നമ്മുടെ റഷ്യൻ എംബസി. ബസ് പോകുന്നതെല്ലാം ഇടതുവശത്തു കൂടെയാണ്, കാരണം സ്പെഷ്യലി ഈ ഒരു ലൈൻ കളക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. നൈസ് ബസ് റൈറ്റ് അക്കാസ്. രണ്ടുപേർക്ക് 500 വാങ്ങിച്ചുള്ളൂ. 2 പേർക്ക് 500 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 15 രൂപയുടെ അകത്തേ വരുള്ളൂ. എനിക്കൊന്ന് പുള്ളിക്കാരന് മാറിപ്പോയി തന്നെയല്ലോ. നമ്മൾ അതിൻ്റെ അകത്ത് പൈസ കിട്ടും കേട്ടോ. ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ്, പക്ഷെ ബസ്സിന് നമ്മൾ 2 പേർക്കൂടെ ഒരു 13 രൂപയുടെ അകത്ത് മാത്രമേ കൊടുത്തുള്ളൂ. പുള്ളിക്കേറി പെപ്സി ഓഫർ ചെയ്യാണല്ലോ. താങ്ക് യു സോ മച്ച്. ബൈ. Okay, maybe you can accept one. Okay. Okay. One is okay. Okay. Oh, baiklah. Let me cheers. ഭയങ്കര അടിപൊളി. നമ്മൾ ബസ്സിന്റെ കാര്യത്തിന് വേണ്ടി ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുകയായിരുന്നു. കോക്ക് ഓഫർ ചെയ്തു. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു വേണ്ടാന്ന്. എന്നിട്ടും കുറേ പ്രാവശ്യമായിട്ട് ഇല്ല, ലാസ്റ്റ് അവസാനം ഒന്ന് വാങ്ങിച്ചു. ബൈ. താങ്ക് യു സോ മച്ച്. ബൈ. Let's go. നമ്മൾ താഴോട്ട് ഇറങ്ങട്ടെ. നമ്മൾ പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ബസ്സിന്റെ സ്ഥലം പോയി, നമ്മൾ എക്സിറ്റ് അടിക്കേണ്ട സ്ഥലമായി. ഉലാമ്പത്താർ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറുതൊന്നും അല്ല, കുറച്ച് വലുതാണ് കേട്ടോ. ഞാൻ ആക്ച്വലി കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, അതിൽ ക്ഷമ വഹിക്കുന്നു. നമ്മളിനി നരാന്തൽ മാർക്കറ്റിലോട്ട് നടന്നു പോവാണ്. പെൺകുട്ടി തന്ന ഇതും കൊണ്ട്. പെൺകുട്ടി ആക്ച്വലി ഡിസേബിൾഡ് ആണെന്ന് തോന്നുന്നു. ഷീസ് ഡിസേബിൾഡ് ഐ തിങ്ക്, റൈറ്റ്? പുള്ളിക്കാരി ഡിസേബിൾഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ബട്ട് നല്ലൊരു പെൺകുട്ടി, പാവം. ഉലാമ്പത്താറിൽ ഏറ്റവും മോശമായിട്ട് ഞാൻ അനുഭവപ്പെട്ട ഈ ട്രാഫിക്കാണ്. ട്രാഫിക്കിന് ഒരു അന്ത്യം ഇല്ലതാ. എന്തുമാത്രം ട്രാഫിക്കാണ് അവിടെ കിടക്കുന്നതെന്ന് നോക്കിക്കേ. ഇത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ വിന്റർ സമയങ്ങളിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഐ തിങ്ക് വിന്റർ സമയത്തുള്ള ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് വിന്റർ സമയത്ത്. ബട്ട് ഇപ്പം പിന്നെയും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ക്രോസ് ചെയ്ത് പോവാണ്. നല്ല വലിയൊരു നഗരമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല ഇതാണ്. ആളുകളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കും. നമുക്ക് ആളുകളുടെ അടുത്തൊക്കെ അങ്ങോട്ട് സംസാരിക്കാം, അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ബട്ട് അവർക്ക് അതിന് കഴിയാത്തതുകൊണ്ട് നമ്മളൊരു സൈനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പിന്നെ സംസാരിച്ച് തുടങ്ങാം. ഈ കാണുന്നത് വഴിയിലെ ചെറിയ തുണിക്കടകളും ഷൂസിൻ്റെ കടകളൊക്കെയാണ്. തേയിലൊക്കെ ഒട്ടിച്ച മനോഹരമായിട്ടുള്ള ചെറിയ പഴയ കടകളാണ്, പഴയ ബിൽഡിംഗ് ആണ് ഇതെല്ലാം ഓരോ ചെറിയ ഷൂസ് ഫാക്ടറികളൊക്കെയാണ്, ഷൂസിൻ്റെ കടകളൊക്കെയാണ്. സോക്സ് ഇവർ വഴിയിലൊക്കെ ഐക്യയുടെ വഴിയിൽ തന്നെ ഇവർ ക്യാമ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന കാഴ്ചയാണ്. ക്യാമ്പിങ്ങിൻ്റെ ഭയങ്കര സ്പെഷ്യലി ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും പുറത്തോട്ട് ക്യാമ്പിങ്ങിനൊക്കെ പോവും. മംഗോളിയയിൽ വന്നിട്ട് ഞാൻ റിച്ച് ആവുകയാണ്. ഞാൻ നോട്ട് കെട്ട് ബാങ്കിൽ നിന്ന് വന്നിട്ട് വാങ്ങുവാണ്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ സുവനീറായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ഇത് ഞാൻ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി ഞാൻ മംഗോളിയിൽ നിന്ന് ചെറിയ ഡിനോമിനേഷൻ വാങ്ങുവാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രൈസ് ഇത് ഞാൻ നിങ്ങൾക്ക് മെമ്മറി ആയിട്ട് അയച്ചു തരുന്നതാണ്. ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കറൻസി അയച്ചു തരുന്നതാണ്. അപ്പം അതിനുവേണ്ടിയാണ് കേട്ടോ ഞാൻ എല്ലാ രാജ്യത്തു നിന്നും വാങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ നറാന്തൂൽ മാർക്കറ്റിലോട്ട് എൻട്രി ആണ്. ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു വലിയൊരു കാർ പാർക്കിംഗ് ആണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലും വൃദ്ധരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതൊരു യുണീക്കായിട്ടുള്ള ലോക്കൽ മാർക്കറ്റാണ്, പ്രാദേശികമായിട്ടുള്ള മാർക്കറ്റാണ്. കാരണം അല്ലാത്തവർ പോലും ഇവിടെ കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റോറേജാണ്, ഓരോ കടക്കാരുടെ സ്റ്റോറേജ് റൂമുകളാണ് ഈ കണ്ടെയ്നറായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ നദാം ഫെസ്റ്റിവൽ വരുവാണ്. അതിനുവേണ്ടി ഇവരുടെ ലോക്കൽ ക്ലോത്ത് ഒക്കെ ഇവർ തയ്ക്കുന്നതാ. സ്റ്റോറേജ് സ്പേസ്. നല്ല അടിപൊളി ക്ലോത്തുകളാണ്. ഇതൊക്കെ തച്ചിട്ട് ഇവരുടെ ഫെസ്റ്റിവലിന് ഇടാൻ വേണ്ടിയാണ് അതിൻ്റെ കടകളാണ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ വേറൊരു ക്ലോത്തിങ് കടയിൽ പോയായിരുന്നു. നല്ല രസമുള്ള പ്രിന്റും
സംഭവങ്ങളൊക്കെ ഉള്ള തുണികൾ കണ്ടിട്ട് നറാന്തലാണെന്ന് തോന്നുന്നില്ല. ഇത് സൈക്കിളിന്റെ ഷോപ്പ്. ഓ, ഇത് വലിയൊരു ഫെയർ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു വലിയൊരു ഓപ്പൺ മാർട്ട്. നമുക്ക് പല സാധനങ്ങളും വിൽക്കുന്ന സംഭവങ്ങളും കടകളൊക്കെ. 6000-6000-ത്തിനൊക്കെയാണ് ഈ ക്ലോത്ത്. 6000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 150 രൂപ. ഇവിടെ സമ്മർ ഇവരുടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെൻറ്റുകളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എനിക്കൊന്നും ഇതെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവരുടെ ടെൻറ്റുകൾ, ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ്, ബാർബിക്യൂ സംഭവങ്ങൾ, ടേബിളുകൾ. ഇവിടെ എന്താ ടെൻറ്റുകൾ മിക്കുള്ള ഫാമിലീസിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കിയാൽ കാണും. അതുപോലെയാണ് നമ്മുടെ ഇറാനിൽ എല്ലാ കാറുകളിൽ നോക്കിയാലും ഒരു ടെൻറ്റ് അവരുടെ കാറിൽ കാണും. അവർക്ക് ക്യാമ്പിംഗ് കൾച്ചറുണ്ട്. പിന്നെ നമ്മുടെ അറബ് കൺട്രീസിൽ അത് പക്ഷേ വിൻ്റർ മാത്രമേ അവിടെ ക്യാമ്പിങ്ങിന് പോകുന്ന കൾച്ചറുള്ളൂ അറബ് കൺട്രീസ്. ബട്ട് ഇവിടെ സമ്മറിനാണ് പോകുന്നത്. കാരണം വിൻ്ററിൽ ഫുൾ ഐസായിരിക്കും, സമ്മറിൽ അത്രയും ഐസാണില്ല. അതുകൊണ്ടാണ് ഇവർ പുറത്ത് ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന കൾച്ചർ ഇവിടെ ഉള്ളത് മംഗോളിയയിൽ. ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇത് അന്ത്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 5-6 മണിക്കൂർ മുമ്പ് വന്നിട്ട് വേണം ഇവിടെ തുടങ്ങാനായിട്ട്. അത്രയ്ക്കുണ്ട്. 13,000, 120, അതിൽ കൂടുതൽ വില വരുന്നുണ്ട്. ഇവിടെ രാവിലെ അവർ സ്റ്റോളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്ക് ശേഷമാണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. സ്ത്രീകളുടെ ഡ്രസ്സുകൾ, ആണുങ്ങളുടെ ജട്ടികൾ. ഇതാ നോ, ഐ ഡോണ്ട് നീഡ്. നല്ല രസമുണ്ട്. ഇവിടെ നമ്മുടെ ബുദ്ധ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ടെമ്പിളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കുറേ സംഭവങ്ങൾ. ഇതെന്താ കളർ അരികൾ, ഗ്രെയിൻസ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊടകള്, കളിപ്പാട്ടങ്ങൾ, ഇതാ കുറേ തുണിത്തരങ്ങൾ, പല ഐറ്റം. ഇതെല്ലാം വരുന്നത് പക്ഷേ ചൈനയിൽ നിന്നാണ് എന്നുള്ള വേറൊരു കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത്. കാരണം നമ്മൾ തുണി കണ്ടാൽ അറിയാം ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ്റെ സാധനങ്ങളാണ്. ഈവൻ നമുക്ക് ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, എല്ലാം ചൈനയിൽ നിന്ന് വരുന്ന സാധനം. ഇവിടെ കാരണം ഒന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം പുറത്തുനിന്ന് വരുന്നത് കൊണ്ടാണ് ഈ ഒരു രാജ്യത്ത് എക്സ്പെൻസീവ്. പുറത്തുനിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് പോർട്ടൊന്നും ഇല്ലല്ലോ. ഇവരുടെ ലാൻഡ് ലോക്ക് കൺട്രിയാണ്. ഒരു ഭാഗത്ത് ഫുള്ള്, മുകളിൽ ഫുള്ള് റഷ്യ, താഴെ ഫുള്ള് ചൈന. കസാക്കിസ്ഥാൻ്റെ തൊട്ടടുത്തുണ്ട്, പക്ഷേ കസാക്കിസ്ഥാനുമായിട്ട് ഇവർക്ക് ബോർഡർ ഇല്ല. എന്താ ഇത് മറ്റേ ചൈനയിലുള്ള ആളുകൾ വിഷറി. അത് നമ്മൾ അമ്പലപ്പറമ്പിൽ ഇത് കാണാൻ പോയ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഹലോ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സൺഗ്ലാസസ് ഒക്കെയാണ്. സൺഗ്ലാസസ് ഇതെല്ലാം ഇവരുടെ ടെമ്പിളിലത്തേക്കാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എന്തോ കവറിൽ നിറയ്ക്കുവാണ്. ഇതൊക്കെ ഞാനും വല്ല നാട്ടിൽ കൊണ്ടുപോകുന്നെങ്കിൽ എയർപോർട്ടിൽ കസ്റ്റംസ് കഞ്ചാവെന്നും പറഞ്ഞ് ആദ്യം പിടിച്ച് ചെക്ക് ചെയ്യാതെ തന്നെ ഇവര് കൊണ്ടുപോയി എന്നെ ജയിലിലിടും. ആഫ്രിക്കൻ ബ്രൈഡ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. മുടി. ഇതെന്താ അഫ്ഗാൻ ഖാൻ ചാച്ച അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ വൈറ്റ് സ്നഫ്. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ദ. ഇത് മൂക്കുപൊടിയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫ്ഗാന്റെ ഫ്ലാഗിന്റെ ഇതൊക്കെ വെച്ചിട്ട് അഫ്ഗാനിലുള്ള എന്തോ ഒരു സാധനമാണോ. എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി മംഗോളിയയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് ഇവർ വില പറയുന്നത്. ഇങ്ങനത്തെ സാധനമൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഇതിനൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 120 രൂപ. ഷോക്സ് സംഭവങ്ങൾ ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നത്. ഇതൊക്കെ അത്ര എക്സ്പെൻസീവ് അല്ലായിരിക്കും. എന്നാലും ഈ കാണുന്നത് നമ്മുടെ കുതിരക്കാര് അവരുടെ അരയിൽ കെട്ടാൻ വേണ്ടിയുള്ള സംഭവമാണ്. കുതിരക്കാർ അരയിൽ കെട്ടിയിട്ട് അതിൽ സംഭവങ്ങൾ ഇടണം. ഇത് അവരുടെ വാള് വെക്കാനാണോ, ഇതെന്തിനാണെന്തോ. ഇത് വെറുതെ ഒരു രസം. നല്ല രസമുണ്ട്. ഓ, ഇതിന്റെ അകത്ത് വാലറ്റ് ഇല്ല. ഇതാണ് കേട്ടോ വാലറ്റ്. നമ്മുടെ കുതിരക്കാർക്കൊക്കെ വെക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സംഭവമാണ്. ഇതെല്ലാം കുതിരക്കാർക്ക് വേണ്ടിയുള്ള ബെൽറ്റ് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് ഇത് ഇവരുടെ മംഗോളിയൻ ട്രഡീഷണൽ ഇവരുടെ ബെൽറ്റ് ആണ്. സൈനോ നല്ല രസമുണ്ട്. അതാണ്ട് മുത്തുമാല. ഇത് ഇവരുടെ അരയിൽ കെട്ടുന്ന ഇതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടപ്പോൾ നമ്മുടെ ഞാറാന്തൽ മാർക്കറ്റിന്റെ എൻട്രി ഈ കാണുന്നതാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നരൻ തോർ
ഹുവാർ ഞാനെന്തോ ഹുവാർ തർത്തു തോബ് അല്ലേ, അങ്ങനെ എന്തോ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് കാണിച്ചു തന്നതാണ്. ഇവിടെ പുറത്ത് അവർ കുറേ പൂക്കളും ചെടിച്ചട്ടികളൊക്കെ ഇട്ടാണ് അവരവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഉള്ളിലോട്ട് കയറുവാണ്. ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ വന്നിട്ട് ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു. താങ്ക് യു. നല്ല രസമുള്ള ഐസ്ക്രീം കേട്ടോ. ഹലോ സൈനോ സൈനോ ആ ടു ഓക്കെ യെസ്. ഇതിന് 2000 നമ്മുടെ ഇവിടുത്തെ വില വരുന്നത്. അതായത് 50 രൂപയുടെ അകത്ത് വരും. 50 രൂപയൊക്കെയാണ് ഒരു ഐസ്ക്രീമിന്. പാൽപ്പൊടി കൂടുതൽ കഴിച്ചാൽ ഉള്ള ഒരു ടേസ്റ്റ് ഇല്ല. അതുപോലെ how's it? Too milky. I don't know how to say. I think like wild milk, you know. ഇത് മറ്റേ ഇവരുടെ Horse milk? Is it horse milk? no horse milk. കൂടുതലൊരു പാലിന്റെ ഒരു ചുവ. എന്താ പോക്കറാണ്. ഇവിടെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോക്കർ കാർഡാണ്, ചൈനീസ് പോക്കർ കാർഡ്. 500 നോ ബാർഗെയിൻ ചെയ്യാനൊന്നും ഭയങ്കര നടക്കുന്നു. Give that tooth. No bargain. Very very bad. No honey. No bargain, no honey. No money, no honey. You rikte. This China. Taiwan. Oh, Mongol. Mongol no. Indica. That's Mongol. Mongol. Yeah. Look like Mongol. Pure Mongol. Get Mongol. Taiwan, China. Taiwan or China? Taiwan, China, too. Oh, you stay. Separate. Get it or China. Separate. Taiwan 보다 샤카시. No. Taiwan 알지였어. പുള്ളിക്കാരൻ എന്തൊക്കെ പറയുകയാണ്. ചൈന, തായ്വാൻ. ഇവിടെ വേറെ എന്തോ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഷൂസിന്റെ ഇതൊക്കെയാണ്. ഇതൊക്കെ ചെറിയ കയ്യോറോ ഇതൊക്കെ വിൽക്കുന്ന. ഹലോ സൈനോ പൊട്ടിക്ക് ഒരു കുറവില്ല ചേച്ചിയുടെ മുഖത്ത്. ഓ സൈഹാൻ അവിടെ നമ്മുടെ ഷൂസിന്റെ സെക്ഷനാണ്. ഇവിടെ ഡ്രസ്സ് ഇടാതെയാണല്ലോ ഇവിടെ എല്ലാവർക്കും നിൽക്കുന്നത്. ചൂടുണ്ടായിരുന്നോ? അവിടെ നോക്കിയേ, അവിടെ ഒരു അങ്കിള് ഡ്രസ് ഇല്ലാതെയാണല്ലോ. ദിസ് ഇസ് ന്യൂഡ് മാർക്കറ്റ് ഓർ വാട്ട്? ഹലോ വൈ നോ ഡ്രസ്? This no? This good. എല്ലാരും ഡ്രസ് ഇടാതെ നടക്കുവാണ് കേട്ടോ. 6 പാക്ക്. Me India. My friend Sri Lanka. Sri Lanka? Yeah, friend. Oh, friend. Me Sri Lanka near. Yeah. Very close. Same. Yeah, same. India, same. Yeah, Sri Lanka, India, same. Yes. ഇവിടെ കുറെ ആണുങ്ങൾ ഇതിട്ട് വിറ്റോടെ. Nice. 6 pack, nice. Body, nice. Nobody share. ഇവരുടെ കൂടെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഡ്രസ് മാറ്റിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. Come, എല്ലാരും വാ. പുള്ളിക്കാരൻ മാലയൊക്കെ ഇട്ട്. അയ്യോ ഹലാം എനിക്ക് അത്ര വയറില്ല. അടിപൊളിയാട്ടോ. എല്ലാരും എന്റെ ബോഡിയൊക്കെ ഉണ്ടോ ശേഷിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ആൾക്കാര്. നൈസ്. ഓ എന്റെ ഐസ്ക്രീം ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാരും നല്ല കോമഡി ആട്ടോ. എല്ലാരും ആ പുള്ളിക്കാരന് അവിടെ എല്ലാരും തുണിയില്ലാതെയാണ് നിൽക്കുന്നത്. ഞാൻ തിരിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഇതിങ്ങനെ നടക്കാൻ എന്തായാലും പറ്റില്ല. സെക്സി ബോയ്സ് ബൈ. ബൈ. എല്ലാരും പുള്ളിക്കാരൻ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ദാണ്ടേ വേറൊരാൾ കണ്ടില്ലേ ഇവിടെ ഒന്നും ഇടാതെ ഇരിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല കുടവേറുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ നമ്മൾ വീണ്ടും സ്ത്രീകളുടെ ഒരു സെക്ഷനിലോട്ട് വന്നു. ഇവിടെ സ്ത്രീകൾ എന്തായാലും അങ്ങനെ ഇട്ട് നിൽക്കുന്ന കാണാൻ കഴിയില്ല നമുക്ക്. എന്തായാലും ഇവിടെ തന്നെ ക്യാപ്പുകൾ
തലയിൽ വെക്കുന്ന ക്യാപ്പുകൾ സ്ത്രീകളുടെ സെക്ഷനാണ്. അവിടെ ആണുങ്ങളുടെ ആ ഒരു ബൂട്ട് സെക്ഷനിൽ മാത്രമാണ് നമുക്ക് അതേപോലെ കുറെ ആണുങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് എന്തിനാന്തോ ഡ്രസ്സില്ലാതെ നിൽക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ വിഗോ ഓക്കെ ഓക്കെ. 600 രൂപയൊക്കെയാണ് ഇവര് പറയുന്നത്. ഇവിടുത്തെ നഗ്നയായ സ്ത്രീയെ അവര് തുണി എടുപ്പിക്കുകയാണ്. ഇതൊക്കെ സ്ത്രീകളുടെയാണ് കേട്ടോ. ഹോഴ്സ് റൈഡിങ്. ഓ ദിസ് ഹോഴ്സ് ചുക്കു ചുക്കു ചു. ഈ ഒരു ഭാഗത്ത് ഓ നല്ല ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് ഈ കാണും. ആണുങ്ങളുടെ ഈ സംഭവം ഇതിനും ഒരു 2500 രൂപ അടുപ്പിച്ച് വരും. 2500 രൂപ കൂടുതൽ. നമ്മൾ ഫാബ്രിക് വാങ്ങിച്ച് ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്റ്റിച്ചിങ് ഷോപ്പിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടായിരിക്കും. ഇവിടെയും വേറെ ഇത് പാൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഇവിടെ ഇതുപോലത്തെ പാൻ്റാണ് വലിയ ആളുകൾക്ക് ഇടാൻ പറ്റിയ. അടിപൊളി. ഒരു ചേച്ചി ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നതുണ്ടോ? അവർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഇവരുടെ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡ്രസ്സ്. ഈ ഒരു ലോങ് മാർക്കറ്റ് ഫുൾ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അതാണ് മെന്നിന്റെ ട്രഡീഷണൽ ഡ്രസ്സ്. പുള്ളിക്കാരൻ്റെ നല്ല ഡ്രസ്സ് അടിപൊളിയാണ്. ഇവിടെ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വിൽക്കുന്നത്. നദാം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ധാരാളം ആളുകളുടെ തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്ലേസേഴ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഈ കാണുന്നത് ഇവരുടെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഇവരുടെ ഒരു ഇതാണ്. അത് കെട്ടി ഇങ്ങനെ വെക്കാൻ കഴിയും. ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവരുടെ കല്യാണ ഡ്രസ്സുകളാണെന്ന് തോന്നുന്നു. ബ്ലേസേഴ്സ് കോട്ടൊക്കെ ഉള്ള ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. ഹലോ, ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ സ്കൂൾ യൂണിഫോത്തിന്റെ കോട്ടുകളും അതിന്റെ സെക്ഷനാണ്. സ്കൂൾ യൂണിഫോത്തിന്റെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ. ഹലോ സൈനോ സൈനോ. നമ്മുടെ കിങ് ജോങ് ഉൻ. യുനോ കിങ് ജോങ് ഉൻ, നോർത്ത് കൊറിയ. കിങ് ജോങ് ഉൻ. യുനോ കൊയ്ത്ത് സൊലങ്കോസ്. കൊയ്ത്ത് സൊലങ്കോസ്. Solongos, Koit Solongos. Koit Solongos. Yeah. Kim Jong. You Kim Jong. Yeah, you Kim Jong. Same. This Kim Jong. This good. Say Han. Yeah. He is doing like this. Oh, this is Garbani? Pregnant? Baby? Oh, yeah, King Jong, yes. Yeah, പുള്ളിക്കാരനെ കറക്റ്റ് കിങ് ജോങ്ങിനെ പോലെ അല്ലേ? അടിപൊളി. You say Han. You look say Han. Say Han. Okay? Okay. Bye. നല്ല എല്ലാ ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് വയറ് പുള്ളിക്കാരൻ ഗർഭിണി പോലെ ഇത്ര ഒരു 6-7 മാസത്തിൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതാ നമ്മുടെ ജാക്കറ്റുകൾ അതൊക്കെ വിൽക്കുന്ന സംഭവമാണ്. ഓരോ സെക്ഷനും ഓരോ ഇതായിട്ടാണ്. ഈ ഒരു ഭാഗം ഫുള്ള് നമ്മുടെ ജാക്കറ്റുകളൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ ക്ലോത്തുകളൊക്കെ അടിപൊളി, നല്ല രസമുള്ളതാ. അടിപൊളി ട്രഡീഷണൽ ക്ലോത്തുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് ഇവിടെ. ഹലോ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ. പുള്ളിക്കാരൻ സൈഹാൻ പുള്ളിക്കാരൻ ഇതാണ്ട് ട്രഡീഷണൽ ക്ലോത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ അമ്മ. Yeah, it looks good. Yeah. Are you buying for Nadam? Okay. This is for Nadam. I'm Nadam Festival. Nadam Festival. Happy. Happy. എനിക്ക് വാങ്ങണമെന്നുണ്ട്. ബട്ട് ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ മിക്കവാറും അടുത്ത പ്രാവശ്യം വരുമ്പോഴായിരിക്കും വാങ്ങുന്നത്. ഞാൻ ആക്ച്വലി നബീബിയെന്ന് ഈ ഒരു രാജ്യത്തുനിന്ന് പെട്ടെന്ന് വിട്ടുപോകും. അടുത്ത നെക്സ്റ്റ് തവണ വരുമ്പോൾ ഞാൻ എന്തായാലും വാങ്ങും. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ തൊപ്പി. ഇതാ This one is too small. This is for. എക്കയുടെ ക്യാപ്പ് നല്ല രസമുണ്ട്. This is so nice.
But it's too small, you know. ആ അങ്ങനെയാണ് വെക്കേണ്ടത്. ഒക്കെ അമേസിംഗ് ലാ, അടിപൊളി കേട്ടോ. നല്ല നല്ല അടിപൊളി ക്യാപ്പുകള്. മംഗോളിയൻ ക്യാപ്സ് ഒക്കെയാണ്. ഇതുപോലത്തെ ഉള്ള മംഗോളിയൻ ക്യാപ്സ് ഇവിടെ ധാരാളം നല്ല രസമുണ്ട്. ഇറച്ചി കഴിച്ചാന്ന് തോന്നുന്നു. ഈ കാണുന്ന സ്ഥലത്തുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും നല്ലപോലെ വയറുണ്ട്. വയറുള്ളത് ഇവിടെ ധാരാളമാണ്. സ്ത്രീകൾക്കൊക്കെ ചില ആളുകൾക്കെന്ന് പറയുമ്പോൾ ഭയങ്കര വയറാണ്. ഇങ്ങനെ അടുക്കി ഇട്ടയ്ക്കുന്ന പോലത്തെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അത് മംഗോളിയ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ എന്തോ രസം അല്ലേ. വിന്റർ നല്ല വണ്ണം കൂടിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള ഇതാണിതാ. ഇതാ ഇവിടെ ഓരോ പയ്യന്മാരൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ. സൈഖാൻ ഓ നല്ല രസമുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല പ്രൈസിന് കിട്ടി. ഞാൻ ഇപ്പം വാങ്ങും. കുറച്ചു തരാന്നാണ് പറയുന്നത്. 2000 രൂപയൊക്കെയാണ് ഈ ഒരു ഇതിന് പറയുന്നത് അവര്. ബാർഗൈനിങ് 85 no this one no 50 Okay, wait, ask. wait 45 This? 45 ഓ 45 തരില്ലാന്ന്. ഇവിടെ ആണുങ്ങളുടെ സെക്ഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ലോങ് ഇവരുടെ ഡ്രസ്സ്. ഇവിടെ കുറെ പേര് ഡ്രസ്സ് ചെയ്ത് ചെക്കൊക്കെ ചെയ്ത് നോക്കുവാണ്. കുടുംബക്കാരായിട്ടതാ നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ സൈഹാൻ ഓ അടിപൊളി. ഇത് ബെൽറ്റ് മാൻഡറ്ററി ആണ്. ബെല്ലിയുടെ അടിയില് വയറിന്റെ അടിയിലായിട്ട്. നോ ലൈവ് ലേറ്റർ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. ഇവിടെ അമ്മൂമ്മമാര് ചെക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഡ്രസ്സ്. ഇവിടെ എല്ലാരും വന്ന് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പുള്ളിക്കാരന്റെ മെന്നിനുള്ള ഷർട്ടൊക്കെയാണ്, പക്ഷെ എല്ലാം വിലയാണ് കേട്ടോ. ഇതിനൊക്കെ 2000-3000 രൂപയൊക്കെയാണ് ഇതിന് വരുന്നത്, ഒറ്റ ഒരു ഷർട്ടിന്. അവിടെ സ്ത്രീകൾക്ക് വേണ്ടി ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഇട്ട് ചെക്ക് ചെയ്യണത് നല്ല രസമുണ്ട്. നമ്മൾ ഇനി ഹാറ്റിന്റെ സെക്ഷനിൽ പോകണം. ഹാറ്റ് എനിക്ക് വേണം. ഇവിടെ ഒരു അപ്പൂപ്പൻ. ഹലോ സൈനോ സൈഹാൻ ഇതൊക്കെ നല്ല രസമുള്ള അടിപൊളി അല്ലേക്ക. നമ്മൾ ക്യാപ്പിന്റെ ഇവരുടെ മംഗോളിയൻ ക്യാപ്പിന്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മംഗോളിയൻ ക്യാപ്പ് ഏരിയ. ഓ ശുശു അത് കൊള്ളാം, രസമുണ്ട്. കൗബോയ് ക്യാപ്പ്. വാവ് ഇതെന്താ? Can I try? ഇന്ദുതോ നല്ല രസമുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയും അവർ വേറെ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. ഇത് ഇതാ നഗോണല്ലോ. ഒറിജിനൽ ഫോക്സ്. ഫോക്സിന്റെ കാലിന്. ഓ ഫോക്സിൻ്റെതാണിതാ. ഒറിജിനൽ നഖം വെച്ചുണ്ടാക്കിയതാണ്. നഖം കണ്ടോ? നമുക്ക് മുഖം ചൊറിയാൻ വരുമ്പോ ഇങ്ങനെ ചൊറിയാം. ഇവിടെ കുറെ അല്ലാത്ത ആണുങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള തൊപ്പിയാണ്. വുമൺ മെൻ. ഓ ഇതാണ് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള തൊപ്പി. ഇത് അതൊക്കെ കണ്ടോ. ഇത് വേറൊരു സ്റ്റൈല്. എന്തൊക്കെ സ്റ്റൈലുണ്ടോന്നോ മംഗോളിയൻസിന്റെ ക്യാപ്പ്. ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നുണ്ടോ.
കൊള്ളാമോ? Kolla. This one is okay. Nice for women. ഇത് സ്ത്രീകളുടെയാണ്. ഇവിടെ മാർക്കറ്റിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഇതിന്റെ പ്രൊഡക്ഷൻ ആണ്. ഹലോ സൈനോ, ഇവിടെ ഇവര് തച്ച് ഉണ്ടാക്കും. സൈനോ, അവര് ലൈവായിട്ട് ഇവിടെ ഇതുണ്ടാക്കുന്ന കാഴ്ചയാണ്. ലൈവായിട്ട് അവർ കാർപ്പറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇവിടെ പുള്ളിക്കാരൻ വെച്ചിരിക്കുന്നുണ്ട്. ഹലോ, നൈസ് നൈസ്, സൈഹാൻ. It's a size for വാവ്, main speaker. അടിപൊളി ക്യാപ്പ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്യാപ്പ്. ഹലോ സൈനോ, സൈനോ, അവരുടെ സ്ത്രീകൾക്ക് വേണ്ടിയതാ. This is different. ഓ, ഇതാണ് സ്ത്രീകളുടെ. സൈഹാൻ. എക്കാസ് Different type. അടിപൊളി. നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയുള്ള ഷൂസ് ഒക്കെയാണ്. നല്ല രസമുള്ള ഷൂസ് ഇതാ. വാവ്, അടിപൊളി. നല്ല ഇവരുടെ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി ഇവരുടെ ട്രഡീഷണലായി. പക്ഷെ ഡെയിലി I want one, you know. ഈ ഒരു ഭാഗം മുഴുവൻ ഷൂസിന് വേണ്ടിയുള്ള മാർക്കറ്റാ. ആളുകൾ, നിരവധി ആളുകൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓരോ സെക്ഷനും ഓരോ ഇതാണ്. ഇത് ഇവരുടെ അരയിൽ കെട്ടുന്ന എന്തോ സാധനമാണെന്ന് തോന്നുന്നു. അത് ഷൂസിന്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാ. ഇത് 50,000 രൂപയുടെ തൊപ്പി. നോക്കട്ടെ, മണ്ടബുദ്ധിയെ പോലെ ഉണ്ട്. മണ്ടബുദ്ധി എന്റത് പോയി. ഓ, 25. ഇതിന് വരുന്നത് 25,000 എന്നാണ് പറഞ്ഞത്. നല്ല രസമല്ലേ? ഇത് നല്ല കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയോളെ. പുള്ളിക്കാരി വീണ്ടും വീണ്ടും വെച്ച് തരുവാണ്. പുള്ളിക്കാരിക്ക് എന്നെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കണം കേട്ടോ. ഇവിടെ നിന്നാ നമ്മൾ സ്പോയിലായി പോവും. അത്രയ്ക്ക് അടിപൊളി സാധനങ്ങളാ. പൈസ ഉണ്ടെങ്കിൽ എല്ലാം വാങ്ങാൻ തോന്നുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ, തൊപ്പിയും അതും ഇതും. എന്ത് രസം. നല്ല രസമുള്ള സാധനങ്ങൾ. നമ്മൾ ഇനി കാർപ്പറ്റിന്റെ മാർക്കറ്റിലോട്ടാണ് വന്നത്. ഈ കാണുന്നത് ഒരു വലിയൊരു കാർപ്പറ്റിന്റെ ഏരിയകളാണ്. ഇതാ നല്ല രസമുള്ള കാർപ്പറ്റുകളൊക്കെ. ഈ കാണുന്ന മാറ്റുകളൊക്കെ നല്ല രസമുണ്ട്. ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ 16,000 രൂപ, ഒരു 15,000 രൂപയൊക്കെ അടുപ്പിച്ച് വരുന്ന ഒരു വലിയൊരു മാറ്റാണ് ഈ കാണുന്നത്. പക്ഷേ തനി വൂളൊന്നുമല്ല, സിൽക്കൊന്നുമല്ല, വേറെ നമുക്ക് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം. ഇവിടെ ഒരു ലാർജ് ഏരിയയിൽ നമ്മുടെ മാറ്റുകൾ, തറയിലിടാൻ വേണ്ടിയുള്ള മാറ്റ്, ഗ്രാസ്, അതൊക്കെ വിൽക്കുന്ന ഒരു തെരുവുകളാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈറ്റുകൾ, ടോർച്ച് ലൈറ്റുകൾ, അങ്ങനത്തെ കുറേ സെക്ഷനാണ് നമുക്ക് ആ ഒരു ഭാഗത്ത്. റിമോട്ടുകൾ, പിന്നെ എന്തൊക്കെയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഗിത്താറുകൾ. ഇവരുടെ ട്രഡീഷണൽ ഗിത്താറോ എന്താണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഓ, ഇവരുടെ ട്രഡീഷണൽ എന്തോ സാധനം. നല്ല രസമുണ്ട്. മിനി ആര്യവൈദ്യശാലയാണോ ഇതെന്താ? ഹലോ, ഇത് മെഡിസിൻസ് ആണോ? എന്താ സാധനം? ഊനോനോ വാട്ട് ഈസ് ദിസ്? 2 ലക്ഷം. ഇതെന്തെങ്കിലും നിറച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമാണ്. ബോട്ടിൽ. ഓ, മൂക്കിലെന്തോ ആക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം. ഈ ഭാഗം മുഴുവൻ നമ്മുടെ കുതിരക്കാർക്ക് വേണ്ടിയുള്ള സംഭവമാണ്. സൈനോ, കുതിരയ്ക്ക് വേണ്ടിയുള്ള ഇരിപ്പിടം, കുതിരയ്ക്ക് വേണ്ടിയുള്ള കമ്പികള്, വളകള്, അങ്ങനത്തെ സംഭവങ്ങൾ. അതാണ്ട് കുതിരയ്ക്ക് വേണ്ടിയുള്ള ചാട്ടവാറ്. പുള്ളിക്കാരനെ കാണാൻ നല്ല. സൈനോ, നല്ല രസമുണ്ട്. സൈഹാൻ. കേരളത്തിൽ വരേണ്ട അമ്മമ്മമാരെ അടിച്ചോണ്ടാവും. ഇഫ് യു കം ടു കേരള, ഗ്രാൻഡ് മദർ സൈനോ വിൽ ബി ബിഹൈൻഡ് ഹിം. No, Mongol. English. You know English? You speak English? English? No. Hash pushki.
എനിക്കും ഹാഷ് പുഷ്കി. ഇവിടെ കുതിരയുടെ സെയിം സ്ഥലത്ത് തന്നെ നല്ല കുതിരയുടെ സ്മെല്ലും ഉണ്ട് കേട്ടോ. കുതിരത്തീട്ടത്തിന്റെ മണം, കുതിരയുടെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തെല്ലാം. ഇവിടെയും നമ്മുടെ ഇതുപോലുള്ള മാറ്റുകളൊക്കെയാണ്. പിന്നെ ഈ സംഭവത്ത് നമ്മുടെ ഇവരുടെ മാലകള്, ബുദ്ധിസ്റ്റ് മാലകള്, വളകള്. ഹലോ സൈനോ, വേണ്ടേ നല്ല പാത്രങ്ങള്. ഈ കാണുന്നത് ഇവിടെ കുതിരക്കാർക്കൊക്കെ വേണ്ടിയുള്ള ബൈനാക്കുലറും. ഇത് രസമുണ്ടല്ലോ. ബൈനാക്കുലർ കടയിൽ വന്നിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ അമ്മോ അടിപൊളി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അങ്ങറ്റം വരെയൊക്കെ നമുക്ക് സൂം ചെയ്യാനും പറ്റും. ഞാൻ ഇതാണ് നോക്കല്ലേ, ഇത് ഇങ്ങനെയാ, ഇത് വർക്കാവുന്നില്ല കേട്ടോ. ഓ അടിപൊളി കേട്ടോ. ഇതോ ദൂരെ വരുന്ന നമുക്ക് ആൾക്കാരെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. അടിപൊളി. ഹലോ, ഈ ഒരു ഭാഗത്ത് ഇവരുടെ ആഭരണമാണ്, വെള്ളികളാണ്. ദീസ് ആർ സിൽവർ റൈറ്റ്? ഇതൊക്കെ സിൽവർ ആണ് ഈ കാണുന്നത്. ആ, ഇവിടെ ആ ഒരു ഏരിയ ഫുൾ അങ്ങനെ തന്നെയാണ്. ഫുള്ള് സിൽവർ ബാംഗിൾസ്, വളകള്, സംഭവങ്ങള്. വീണ്ടും നമ്മൾ അങ്ങോട്ട് വേറെ നമ്മുടെ തുണിത്തരങ്ങളുടെ സ്ഥലങ്ങളിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് ഫറ് തൊപ്പികളൊക്കെയാണ്, നമ്മുടെ വിന്ററിന് ഉപയോഗിക്കുന്ന തൊപ്പികള്. പിന്നെ ഇവിടെ വുളൻ സംഭവങ്ങള്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വീട്ടിൽ വേണ്ടിയുള്ള പാത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതുപോലെ കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇവരുടെ സ്റ്റോറേജ് റൂമുകളാണ്. അപ്പൊ നമ്മൾ ഇനി വേറൊരു ഭാഗത്തോട്ട് പോവാണ്. ഇവിടെ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി സെറ്റ് പർച്ചേസ് ചെയ്യുവാണ്. ഇത് ഇവരുടെ ഒരു മംഗോളിയൻ ബാഗാണ്, മംഗോളിയൻ സ്റ്റൈല്. പിന്നെ ഇത് മംഗോളിയയുടെ ബൂട്ട് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി സുവനീർ, മംഗോളിയയുടെ ഇത് സൂചിപ്പിക്കുന്ന മംഗോളിയൻ സുവനീർ. ഇതൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് ഞാൻ മംഗോളിയയുടെ ഇതായിട്ട് വിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഒരു പാക്കേജിൽ ഇത് കാണും, ഒരു മംഗോളിയൻ പൗച്ച് കാണും. അങ്ങനെ വേറെ സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കുവാണ്. ഇവിടെ ഇവരുടെ മീൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളുടെ മാർക്കറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ദീസ് ഓൾ ആർ കമ്മിങ് ഫ്രം ചൈന, റൈറ്റ്? ദീസ് ഓൾ ആർ കമ്മിങ് ഫ്രം ചൈന. ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അതാണ് വേറൊരു അട്രാക്ഷൻ. മീൻ പിടിക്കാനുള്ള ഇത് കൊളുത്തുകള്, സംഭവങ്ങള്. ഹലോ സൈനോ. Me, I'm from India. Indica. You from where are you from? No, Taiwan. Singapore, Taiwan. Yeah. Where are you from? I am Mongolian. Mongolian. Oh, okay. Say no. Science and I know. Oh, okay. Say han. You say han. Okay. Nice. പുള്ളിക്കാരൻ്റെ കുറേ കച്ചവടമാണ് ഇവിടെ. 1 മണിക്കൂർ കഴിഞ്ഞപ്പം മാർക്കറ്റിൻ്റെ തിരക്ക് ഡബിളായി. സ്പെഷ്യലി ഇവരുടെ ലോക്കൽ ക്ലോത്ത് വിൽക്കുന്ന മാർക്കറ്റ്, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കയറാനേ കഴിയില്ല. ക്യാമ്പിംഗ് റീജിയനിലുള്ള തിരക്ക്. അയ്യോ പട്ടിക്കുട്ടി ഒഴികെ നല്ല രസമുള്ള പട്ടിക്കുട്ടി. ക്യാമ്പിംഗ് റീജിയനിലുള്ള തിരക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇവിടുത്തെ ആളുകളുടെ ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ള അതിൻ്റെ അവൈലബിലിറ്റി. അത്രയ്ക്ക് ആളുകളാണ് ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ക്യൂ ആയിട്ട് നിന്ന് വാങ്ങുന്നത്. കണ്ടോ, നമ്മളിനി ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ വേറൊരു മംഗോളിയൻ വിഭവം കണ്ടെത്തുണ്ട്. ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ ഇൻസെൻസ് ആണ്. അതായത് നല്ല മണം, വീട്ടിൽ മണം. ഇത് സ്റ്റാൻഡാണ്, അതിൽ വെക്കുന്നു, കത്തിക്കുന്നു, അത് നമുക്ക് ആക്കാൻ കഴിയും. കണ്ടില്ലേ, നമ്മളങ്ങനെ 5 പീസ് ഇതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ലോക്കൽ ട്രഡീഷണൽ എന്താ പറയുക സ്മെല്ല് കിട്ടുന്ന ഒരു സംഭവമാണ്. നല്ല അവസാനം നമ്മൾ എങ്ങനെയൊക്കെ കഴിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തിരക്കും കുറേ കാണാനുണ്ടായിരുന്നു. ഇവിടെ 3 പഴത്തിന്റെ വിലയെന്ന് പറയുമ്പോൾ 4300, അതായത് 103 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഈ ഒരു 3 പഴത്തിന് എന്ത് വിലയാ ഇവിടെ. ബസ്സിന് നിൽക്കുന്ന തിരക്ക് ജനം ബസ്സിനും ടാക്സിക്കൊക്കെ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഏതൊരു ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ ബസ് പോവോന്ന് അറിഞ്ഞൂടാ. നല്ല തിരക്കാണ്. എന്നെ ഇവിടെ കുറേ പേര് ഇത് കയറാൻ വേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഉറപ്പില്ല ഈ ബസ് തന്നെയെന്ന്. നമുക്ക് ഞാനേതാട്ടെ ഓരോ ആളുകൾക്കും അതിൻ്റെ കൂടെ വാങ്ങാൻ വേണ്ടി ഒരു മംഗോളിയൻ സ്റ്റിക്കറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്ട്രീറ്റിൽ എന്താ വിൽക്കുന്നത് അവർ. ഈ ഒരു ഭാഗത്തൊക്കെ ഇവരുടെ സ്ട്രീറ്റ് ഫുഡുകൾ ധാരാളം ഉണ്ട്. ചെറിയ ഇവരുടെ ട്രക്കുകളിലായിട്ട് എന്താ കണ്ട.
ഇവിടെ നമ്മുടെ ഈ ഒരു രാജ്യത്ത് കൊറിയൻ്റെ കൾച്ചർ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ധാരാളം കൊറിയൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എക്കാസു സേ നോ ടു കൊക്കോകോള. നമ്മളിവിടെ എന്തൊക്കെ ഓർഡർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താ, കുറച്ച് റൈസും എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇത് റൈസ് കേക്കാണ്. പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വലിയൊരു ജേർണി ഉണ്ട്. അത് സർപ്രൈസ് ആണ്. മംഗോളിയയിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നല്ല രസമുള്ള ബസ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി, ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ട്രാഫിക്കാണ് സത്യം പറഞ്ഞാൽ പിടിക്കാത്ത എനിക്ക് ഏറ്റവും വലിയ സാധനം. ഉലാൻ ബത്താറിലെ ട്രാഫിക് തന്നെയാണ്. അത്രയ്ക്ക് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രാഫിക്കിന് വേണ്ടി. നമ്മൾ ആക്ച്വലി പൈസ ഇടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പൈസ വേണ്ടാന്ന് പറഞ്ഞു. ഉള്ളിലോട്ട് കയറി പോകാൻ. കാരണം ഇവിടെ എല്ലാവർക്കും അവരുടെ കാർഡാണ്. കാർഡ് സ്വൈപ്പ് ചെയ്താണ് ഇവിടെ കയറുന്ന എല്ലാവരും ചെയ്യുന്നത്. കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് കയറും. നമ്മളടുത്ത് പൈസ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി പോകാൻ പറഞ്ഞു. ആക്ച്വലി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മംഗോളിയൻ സെറ്റ് ഞാൻ നിൽക്കുന്നത്. ഇത് മംഗോളിയയുടെ ബ്ലാക്ക് ടീ ആണ്. ടോക്കം വിത്ത് വൺ മംഗോളിയയുടെ ബ്ലാക്ക് ടീ ആണ്. ഉലാൻ ബത്താറിലുള്ള മംഗോളിയയുടെ ബ്ലാക്ക് ടീ ആണ് അവരിവിടെ ഉത്പാദിപ്പിക്കുന്ന. അവരുടെ ട്രഡീഷണൽ ബ്ലാക്ക് ടീ ആണ്. പിന്നെ അതിൻ്റെ കൂടെ എന്താണ് അവരുടെ ഒരു ബൂട്ട്, അവരുടെ ഹോഴ്സിന്റെ ഇതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ബൂട്ടിന്റെ ഇത്. പിന്നെ ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇത് നമ്മുടെ തിരിയാണ് കേട്ടോ. മംഗോളിയൻ തിരിയാണ്. നല്ല സ്മെല്ലിന് വേണ്ടി വീട്ടിലൊക്കെ മണപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം. പിന്നെ ഒരു ചെറിയൊരു മംഗോളിയൻ ഫ്ലാഗ്, ഒരു ഫ്ലാഗ് ആൻഡ് സ്റ്റിക്കർ ഫ്ലാഗ്. ആൻഡ് ഇത് കാണുന്നത് നമ്മുടെ മംഗോളിയനിലെ ഒരു ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയൊരു പൗച്ചാണ്. അത് നമുക്ക് വേണമെങ്കിൽ അതിന് സാധനമൊക്കെ ഇട്ട് നടക്കാം. നമ്മൾ സ്ലിം ബാഗ് ഒന്നുമല്ല, ഒരു ചെറിയൊരു പൗച്ച്, മംഗോളിയൻ ട്രഡീഷണൽ ഇത് വെച്ചുണ്ടാക്കിയ ഒരു പൗച്ച്. അപ്പം ഇതെല്ലാമാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ അത് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ഈ കാണുന്ന വാട്സാപ്പിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ കാറ്റലോഗിൽ ഇട്ടേക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. 5 പീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ അതൊക്കെ ഇനി എനിക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ കുറെ ഡിഫറെന്റ് കളറിലായിരിക്കും ഞാൻ അയച്ചു തരുന്നത്. റെഡ് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുമോ. 5 പേർക്ക് മാത്രമേ ഇത് കൊടുക്കാനുള്ള ഇതുള്ളൂ. 5 നല്ല വില ഉണ്ട്. അപ്പം നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ വില പറയുന്നതായിരിക്കും, എത്ര രൂപയ്ക്കാണ് ഞാൻ ഇതെല്ലാം വിൽക്കുന്നതെന്ന്. അങ്ങനെ ഉലാൻ ബത്താർ നഗരത്തിൽ നിന്ന് വിട പറയുവാണ്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇതാണ് നമ്മുടെ സനീഷ് ബ്രോ. പുള്ളിക്കാരൻ എങ്ങനെയുണ്ട് ഉലാൻ ബത്താർ? കൊറേ പ്രാവശ്യം ചോദിച്ചല്ലേ? കൊറേ പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചല്ലേ? ഓരോരോ വീഡിയോയില്. അങ്ങനെ ഉലാൻ ബത്താറിൽ ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിൽ കണ്ണൂറാണ് സ്വദേശം. താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് ബ്രോ. കഴിഞ്ഞ ദിവസം എന്നെ ഹോസ്റ്റ് ചെയ്തത് പുള്ളിയായിരുന്നു. താങ്ക്സ് അലോട്ട്. കാണാം. ഓക്കെ, പാക്കലാം. ഓക്കെ, പന്നി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. എയർപോർട്ടിൽ എന്താന്നല്ലേ, എയർപോർട്ടിൽ ഒരു സംഭവം ഉണ്ട്. വാ നമുക്ക് കാണാം. We are flying, right? Fly. Ta-ta. Okay. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. Say no. ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി. അല്ല, കൊച്ചുകുട്ടി തന്നെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഹലോ, ഹായ്. നമ്മൾ പോവാൻ വേണ്ടി നടന്നു വന്നപ്പോ ഒരു വഴിയിലുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? ഇൻസഹ്റാനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ഇവിടെയുള്ള കാരനാണ്. നല്ലൊരു പുള്ളിയാട്ടോ. പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി സ്റ്റേ ചെയ്യാം, അങ്ങനത്തെ ഉള്ള ഒരു വൈബിലെത്തി. പുള്ളിക്കാരന്റെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലായി. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയി കിട്ടി. നമുക്കൊരു ലോക്കലെ ഇട്ട് പരിചയം കിട്ടി. പുള്ളിക്കാരൻ ഇനി നദാം ഫെസ്റ്റിവലിന് പുള്ളിക്കാരന്റെ ഗ്രാമത്തിലോട്ടൊക്കെ പോവാണ്. നമുക്ക് പോവാം, പക്ഷെ ഞാൻ നദാം ഫെസ്റ്റിവലിന് ഇവിടെ കാണില്ല. ഇവിടെ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒരു ബസ് സ്റ്റേഷനിലോട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറെ പേര് വൈകുന്നേരം പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ ഷെയർ ടാക്സിക്ക് വേണ്ടി പോകാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. പണി കിട്ടി. ഏറ്റവും നല്ല തിരക്കുള്ള ബസ്സിലാണ് നമ്മൾ വന്നത്. അയ്യോ ആദ്യം കയറാൻ നിന്നത് ഞാന്, അവസാനമായി ബസ്സിൽ. നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകണം. പുള്ളിക്കാരന് കാർഡില്ല. ദിസ് 22. ഇവിടുത്തെ ട്രാഫിക് കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഉലാൻ ബത്താറിലെ ട്രാഫിക് എന്ന് പറയുന്നത്. ട്രാഫിക്കിന് ഒരു പന്നുമില്ല. ഇങ്ങനെ നിര കിടക്കുവാണ്. ഇത് മണിക്കൂർ എടുക്കും. നമ്മുടെ ബസ്സിൽ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. ഇതാ പുറകില് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ക്യാമറയൊക്കെ വർക്കാവുന്നുണ്ട്. പിന്നെ എന്തോ കീബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യമായിട്ടുള്ള
No, no? Okay, okay. It's okay. You say Han. Okay. അതുകൊണ്ട് ഇവിടെ ഫുള്ള് തിരക്കാണ്, വണ്ടിയിൽ ഫുള്ള് തിരക്കാണ്. Around 38, yeah. Yeah. I'm not. You don't want to be famous? I'm so shy. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ചേച്ചി കിട്ടിയിട്ടുണ്ട് അവസാനം എങ്ങനെയൊക്കെ പറയാൻ. What is your name? My name's Moira. Spyra. Right. Spyra, what is your name? Tu? Yeah. You're so simple. Tu? Is it? You can look at, you don't want it to be shy. So you have to make my face nice. Yeah. I will do edit. I'll make up, I'll put makeup on you Yes, when I edit. Yes. So You can say hi. You can say one hi, Okay, hi. She is my wife. If I marry, of course she is my wife. But now no. Now no. Yeah. Married? No. You're married? No. How you guys know? Okay. Are you married? No. No. You're not married. I'm still looking for. Yeah. Are you looking for some Indian? Yes. Are you looking for someone from Kerala? Why not? Then okay, I'll take your number, okay? But I am very young, How old are you? No, I don't want. Mongolian ladies never say the age. Not only Mongolian, everywhere in the world, ladies never say their age. Yeah. For everywhere in the You world. have to follow my I like to. Age? You young and handsome, huh? Oh my god. I thought you guys are married. No. Pussy. I think can I cancel my flight? I think you said I'm handsome, so can I cancel my flight? Can I cancel my flight, bro? No. First I have to visit your country and then, okay? Don't worry, you will. Why not? Stay. Yeah, exactly. I want to go with him. Yeah, we will go together, okay? So now I'm going there, then I'll text you. Why Then not we go. four of us? Let's go together. Four of us, no. They will bother us, അപ്പൊ നെക്സ്റ്റ് ഞാൻ കേരളത്തിൽ ഈ ചേച്ചിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. Oh my god, I'm going to be very famous. No. Don't do that. പുള്ളിക്കാരിക്ക് 50 വയസ്സുണ്ട്, എന്റെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്നു. Thank you so much. I will write you, okay? I will wait for you, okay? നമുക്ക് വേണ്ടി ബസ് നിർത്തി തന്നെയാണ് കേട്ടോ പാവം. എയർപോർട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ഹിച്ചയ്ക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഹിച്ചേക്ക് ചെയ്യണം. ഇനി ഏകദേശം 40-50 കിലോമീറ്റർ ഉണ്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാൻ. നമ്മൾ പോകുന്നത് ചെങ്കിസ് ഖാൻ എയർപോർട്ടിലോട്ടാണ്. മാഹി യൂറോപ്പ് വരെ ഹിച്ചേക്ക് ചെയ്തല്ലേ പോകുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എനിക്ക് റഷ്യൻ വിസ കിട്ടിയില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നത്. യൂറോപ്പിലോട്ടല്ല ഫ്ലൈ ചെയ്യുന്നത്, ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളങ്ങനെ ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ച് പുള്ളിക്കാരൻ്റെ കൂടെ നമ്മളൊരു എയർപോർട്ടിലോട്ട് പോവാണ്. പുള്ളിക്കാരൻ്റെ മകളെ കൊറിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവാണ്. You don't understand? It's my language. Yeah. Hi. Spanish language? No, it's my language. Malayalam. India? Yeah, India, South language. Yeah. അപ്പൊ ചെങ്കിസ് ഖാൻ എയർപോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മംഗോളിയൻ മ്യൂസിക്കാ. നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചെങ്കിസ് ഖാൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇത്, പുതിയതായിട്ട് പണിത ഒരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മുടെ ചെങ്കിസ് ഖാൻ എയർപോർട്ടിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ചെങ്കിസ് ഖാനെ കുറിച്ചൊന്നും ഞാൻ അധികം നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടില്ല. ചെങ്കിസ് ഖാൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയണം, അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി മംഗോളിയെ വിടാൻ പോവുകയാണ്. അതാണ് ചെങ്കിസ് ഖാന് കാരണമായിരിക്കും എനിക്കൊന്ന് മംഗോളിയ കൂടുതലായിട്ട് ഫേമസ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഒരു എയർപോർട്ടിൻ്റെ നാമവും ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു എയർപോർട്ടാണ്. സിറ്റിയിൽ നിന്ന് ഒരു 50-60 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നല്ല ഹൈവേ അവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഭാവിക്ക് വേണ്ടി ഇവർ പുറത്തായിട്ട് നല്ലപോലെ ഹൈവേ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാണ്. ഇവിടെ കുറേ ടാക്സികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഉള്ളിലോട്ട് പോവാണ്. അതിനുള്ളിൽ ഇവിടെ നല്ല എക്കോ ഉണ്ടല്ലേ, എക്കോ. ഹലോ. അപ്പോൾ എക്കാസു വി ആർ സ്റ്റോപ്പിംഗ്. നെക്സ്റ്റ് ഡേ യു വിൽ സി വേർ വി ആർ ഗോയിങ് ടു. വേർ ആർ വി ഗോയിങ്? കൊച്ചു 괜찮아요. അപ്പം അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ കാണിച്ചു തരുന്നത് എവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്ന പരിപാടിയൊക്കെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സമീപിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.